എല്ലാവർക്കും ഓട്ടോ ടെക്റ്റീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാനൊരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുന്നതാണ്. നമ്മുടെ വർക്ക്ഷോപ്പുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സ്കാൻ ടൂൾ, അതിൻ്റെ ഒരു അഡാപ്റ്റർ കേബിളിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സ്കാൻ ടൂളുകളുടെ അഡാപ്റ്റർ മിക്കവാറും അത് പൊട്ടിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് അതിന് വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് ഒരു ചെറിയൊരു ഡിവൈസ് നമുക്കിപ്പോൾ ഓൺലൈനിലായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ചെറിയ അഡാപ്റ്റർ കേബിളാണ്. ആ കേബിൾ നമ്മൾ മേടിച്ചിട്ട് നമ്മുടെ ഒറിജിനൽ കേബിളിനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കേബിളിൻ്റെ പൊട്ടിപ്പോയാലും അതിൻ്റെ അറ്റം പൊട്ടിപ്പോയി കഴിഞ്ഞാലും നമുക്ക് ചെറിയൊരു മാത്രം മേടിച്ചാൽ മതിയാവും. അപ്പോൾ അതിന് നമുക്ക് 400 രൂപ അല്ലെങ്കിൽ 500 രൂപ താഴെയുള്ളൊരു എമൗണ്ടാണ് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഐറ്റമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഈ കാണുന്നത് ഇത് ഒരു ഡാമേജ് ആയിട്ടുള്ള VCA കേബിളാണ്. ഇതിൻ്റെ പുറത്തെ കവർ പൊട്ടിപ്പോയിട്ടുണ്ട്, പക്ഷേ പിന്നിന് ഡാമേജ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലാണ് നമുക്ക് ഈ അഡാപ്റ്റർ കേബിൾ നമുക്ക് ഉപകാരപ്പെടുക. ഇനി അതല്ലാതെ നമുക്ക് പുതിയ കേബിളാണ് എങ്കിലും അത് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അഡാപ്റ്റർ കേബിൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് അഡാപ്റ്റർ കേബിൾ എന്ന് പറയുന്നത്. ഇത് ഒരു മെയിലും ഉണ്ടാവും, ഒരു ഫീമെയിലും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് മെയിലും വരുന്ന ഭാഗമാണ് നമ്മുടെ അഡാപ്റ്റർ കണക്ട് ചെയ്യുക, നമ്മുടെ ഒറിജിനൽ കേബിളിലേക്ക് കണക്ട് ചെയ്യുന്നത്. നമുക്കിതിപ്പോൾ ഇതുപോലെ ഇതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു നല്ല കേബിളാണ്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൽ ഇത് കുത്തി യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അതൊരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ നല്ല കേബിളിൽ ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ കേബിൾ ഡാമേജ് ആവാതിരിക്കും. ഒറിജിനൽ കേബിൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് മേടിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് വരും. പക്ഷേ ഈ അഡാപ്റ്റർ കേബിളാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 500 രൂപ താഴെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെറിയ കേബിൾ മാത്രമായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് മേടിച്ച് വാങ്ങാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് മെയിലും ഫീമെയിലുമായിട്ടാണ് ഈ കേബിൾ വരുന്നത്. അപ്പോൾ ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓൺലൈനിൽ പല രീതിയിലുള്ള കേബിളുകൾ കിട്ടും. അപ്പോൾ ഇത് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു കേബിളിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.